Hey Paralis, welcome back to my Pare. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആപ്പിൾ പെൻസിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ പെൻസിൽ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ പെൻസിൽ ഉള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇറേസിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഒബ്ജക്ട് ഇറേസർ എന്ന് പറഞ്ഞിവിടെ വന്നിട്ടുണ്ട്. ഒബ്ജക്ട് ഇറേസർ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഇരുന്ന് കൊടുക്കണമെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് നമുക്ക് സെറ്റിംഗ്സിൽ പോയി കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കാം എങ്ങനെ സെറ്റ് ചെയ്യാനാണ്. നമ്മൾ നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്പിൾ പെൻസിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ടാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. കറന്റ് ടൂൾ ആൻഡ് ഇറേസർ അല്ലെങ്കിൽ കറന്റ് ടൂൾ ആൻഡ് ലാസ്റ്റ് യൂസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഉപയോഗം തോന്നുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. എനിക്ക് എപ്പോഴും കറന്റ് ടൂൾ ആൻഡ് ഇറേസർ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് മോർ ഹെൽപ്ഫുൾ ഫോർ മൈ യൂസ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സ്വൈപ്പ് ടു സ്ക്രീൻഷോട്ടും റൈറ്റ് സ്വൈപ്പ് ടു ക്വിക്ക് നോട്ടും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് കിട്ടും. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തന്റിക് ആപ്പിൾ പെൻസിൽ ഉള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് പ്രഷർ പോയിന്റ് ഈ ആപ്പിൾ പെൻസിൽ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു പ്രഷർ പോയിന്റ് ഫീച്ചർ കാണിക്കാൻ പെൻസിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ആയിട്ട് ഒരു പ്രഷറും ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു ചെറിയ രീതി ആ ഒരു പെൻസിൽ മാർക്കും കാണാൻ പറ്റും. നല്ലപോലെ പ്രഷർ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് അത് വന്നത്. ഈ ഒരു ഫീച്ചർ ഇച്ചിരി കൂടെ ഉപയോഗമാകുന്നത് നമ്മുടെ ഐപാഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഡ്രോയിങ് ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ് അങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് യൂസ്ഫുൾ ആണ്. നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റാറിന്റെ ഒരു ഷേപ്പ് കൊടുക്കുകയെന്ന് വെച്ചോ, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഒരു സ്റ്റാർ ആവും. അതേപോലെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഷേപ്സിൽ അങ്ങനെ കിട്ടും. സർക്കിൾ ആക്കാൻ പറ്റും. ഇപ്പൊ ഹെക്സഗൺ പോലെ വരയ്ക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആരോ വരയ്ക്കാൻ നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യുമ്പോൾ ആരോ ആകും. അപ്പൊ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പുകളൊക്കെ ഈ ഒരു ഐപാഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ടുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേര് ഫ്രീ ഫ്ലോ ആണ്. ഫ്രീ ഫ്ലോയിലും നോട്ട്സിലും പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ PDF ഇപ്പം നോട്ട്സിലും ഫ്രീ ഫോമിലും അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ഫോമിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു ചെറിയ ഫോട്ടോയുടെ ഒരു ലോഗോ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസേർട്ട് ഫ്രം എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു PDF ഫയൽസ് ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചോ, അത് നമ്മൾ ഇൻസേർട്ട് ഫ്രം ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞെക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള PDF സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ PDF ഇവിടെ അറ്റാച്ച് ആയി. PDF അറ്റാച്ച് ചെയ്യാൻ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഈ PDFൽ നോട്ട്സ് എടുക്കാനും പറ്റും. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഐന്റെ ലോഗോ ഉണ്ട്, അത് സെലക്ട് ചെയ്യാൻ നമുക്ക് PDF-ലോട്ട് പോകും. അതിന്റെ അകത്ത് നമുക്ക് സാധാരണ നോട്ട്സിൽ എഴുതാൻ പറ്റുന്നതിലോട്ട് ഓരോ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ആറാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്ത് iMessageലോ അല്ലെ ഡിഫറെന്റ് മെസ്സഞ്ചറിൽ നമുക്ക് അയക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സാധാരണ ഒരു നോട്ട്സ് എഴുതുക. ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ സർക്കിൾ കറക്കണം. എന്നിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് കോപ്പി ആസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പറ്റും. ചില സമയത്ത് നല്ലപോലെ നമ്മൾ എഴുതിയില്ലെങ്കിൽ അത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹേക്ക് പകരം ഹെറ്റ് എന്നാണ് ആയത്. ഇപ്പൊ നിങ്ങൾക്ക് iOS 18 ആണെങ്കിൽ നമ്മുടെ ഐപാഡ് ഉപയോഗിച്ച് മാത്ത് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ ഒരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞിട്ട് അങ്ങനെ ഈക്വൽ സൈൻ ഇടുമ്പോൾ നമുക്ക് സോൾവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അത് ഞെക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. എനിവേ ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൾ പെൻസിലിന്റെയും ഐപാഡിന്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം